നിക്കവിടെ എവിടേക്ക് പോണ്? ഞാൻ അങ്ങാടിക്ക് എന്നോട് ഒരാഴ്ച ഞാൻ പറച്ചിൽ തുടങ്ങിയിട്ട് ഒരു കൊതുകുതിരി കൊടുന്നാരാൻ പറഞ്ഞിട്ട് മനുഷ്യൻ കടിച്ചിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല, കൊതുക് കടിച്ചിട്ട്. ഒരു കാര്യം ചെയ്യും, അതിന് പറ്റിയൊരു ഐഡിയ കണ്ടെത്തിക്കും. വണ്ടി കയറി. അതെ ചേട്ടാ, ഈ സ്ഥാപനം പരിചയപ്പെടാൻ വന്നതാ. അത് അതിനുള്ള ആളുണ്ട്. തന്നെ. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞത്? കണ്ണപുരം എന്ന സ്ഥലത്താണുള്ളത്. നിങ്ങളുടെ പേര് പറഞ്ഞാണ്? എന്റെ പേര് സുജിത്ത്. ഇദ്ദേഹം കുറെ ദിവസമായി നമ്മളെങ്ങനെ വിളിക്കുന്നു. ഒരു നല്ല അടിപൊളി ഒരു ഇന്റർനാഷണൽ പ്രൊഡക്റ്റ് തന്നെ പറയാം അല്ലെ? ആ പ്രൊഡക്റ്റ് നമ്മളെ കൊതുകേടി കുറക്കാനുള്ള ഒരു സംഭവമാണ്. ബാറ്റ് ഉണ്ടാവും, മറ്റുള്ള കൊതുക് വല ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് ഐറ്റംസുകൾ കൊതുകിനെ ഒഴിവാക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇത് ഇദ്ദേഹത്തിന്റെ ഒരു നിർമ്മിതിയിൽ അല്ലെ, പുറത്തുനിന്ന് ഈ നെറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നെറ്റാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെയാ, നമുക്ക് തുടക്കം മുതൽ പറയാം. എങ്ങനെ അളവെടുത്ത് അത് നമ്മളിപ്പോ കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിക്ക് അനുസരിച്ചാണ് നമ്മളിത് നിർമ്മിച്ചു കൊടുക്കുന്നത്. സൈസ് കാര്യങ്ങളെല്ലാം നമ്മള് അവരെടുത്ത് അയച്ചു തന്നാല് അത് കൃത്യമായി നമ്മൾ ഇവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് സംഭവം സെറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. ഒരു ഫാബ്രിക്കേറ്റർ ആവശ്യം ഉണ്ടെങ്കിൽ ഫാബ്രിക്കേറ്ററെ സമീപിക്കുക, അല്ലാതെ അവർക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുന്നത്. ഈ നെറ്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് അല്ലെ? ഇതെല്ലാം നമ്മൾ ഏകദേശം ഉപയോഗിക്കുന്ന നെറ്റ്. ഇതിന്റെ പീസാണിത്. നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെ? ഏതാണ് കമ്പനി? എത്ര വർഷം വാറന്റി? എങ്ങനെയാണ് അതിന്റെ? ഇത് വേൾഡ് നമ്പർ 1 നെറ്റ് നിർമ്മാണ കമ്പനിയായ ഇൻസെക്ട് ഇൻഷീൽഡ് എന്ന് പറയുന്ന കമ്പനിന്റെ നെറ്റാണ്. വളരെ കട്ടി കൂടിയ ഒരു പോളിസ്റ്റർ നിർമ്മിതിയാണ്. അപ്പോ ഇത് നമ്മളെ 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വാറന്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എന്തിനൊക്കെ വാറന്റി കൊടുക്കുന്നുണ്ട്? ഇത് അത് ഒട്ടിച്ചെടുക്കില്ല. ഇല്ല, മാനുഫാക്ചറിംഗ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ തീർത്തു കൊടുക്കും. അപ്പൊ നമ്മള് ഫാബ്രിക്കേഷൻ, അപ്പൊ ഞാൻ പറയുന്നത് ഒരു ഫാബ്രിക്കേഷന്റെ ആള് ജസ്റ്റ് ഒരു അളവ് എടുത്ത്, നമ്മൾ അളവെടുക്കാൻ നമുക്ക് സൈറ്റിന് കാണിക്കാൻ പറ്റും, സൈറ്റിന് കാണിക്കാം. ജസ്റ്റ് ഒരു അളവ് എടുത്തിട്ട് നമുക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അയച്ചു തന്നാല് കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞതാ ഏകദേശം ഇതേ രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ രൂപത്തിൽ നമുക്ക് അയച്ചു തരും. അയച്ചു തന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്യേണ്ട വിഷയമുള്ളൂ. പിന്നെ ഇതിന് 5 വർഷം കറക്റ്റ് ആയിട്ട് വാറന്റി ഉണ്ട്. എന്തെങ്കിലും ഡാമേജ്, വർക്കിങ്ങിന് എന്തെങ്കിലും കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഇല്ല. ഞാൻ കണ്ടത് വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അതിനൊന്നും ഒരു ഇതില്ലാത്ത സംഭവമാണ്. അപ്പൊ എന്തായാലും ഇത്ര ആളുകള് നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് കൊടുക്കാം? ഇപ്പോ മലബാർ മേഖലയിൽ ഇത് ആദ്യമായിട്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെ. മലപ്പുറം, പാലക്കാട് ഒരു സംശയമാണ് ഉണ്ടോ? ബാക്കി മലബാർ മേഖലയിൽ എവിടെയും ഇല്ല എന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ എന്റെ അറിവ് അത് തന്നെയാണ്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിദേശത്തൊക്കെ നമ്മൾ ഇതേപോലെ സംഭവങ്ങൾ പലയിടത്തും ഉണ്ട്. പക്ഷെ ബാംഗ്ലൂരിൽ നമ്മൾ പോയപ്പോ നമുക്കറിയാം, ബാംഗ്ലൂർ, എറണാകുളത്ത് ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മലബാറിൽ, അതെ, മലപ്പുറം മുതൽ പാലക്കാട് മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ കാസർഗോഡ് ഭാഗത്തേക്ക് ഈ സാധനം ഇല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഡോറിന്റെ ഫ്രണ്ടില്, അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് സ്ഥലം നഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്കിത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല. അവിടെ നമ്മള് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം നമുക്ക് ഉപയോഗിക്കാം. മറ്റേ ഡോർ ആവുമ്പോ അത്രയും സ്പേസ് നമുക്ക് സ്ഥലം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഫ്ലാറ്റുകളിലും അത് വീടുകളിലെല്ലാം. ഏകദേശം എത്ര ലെങ്ത് വരെ വെക്കാം? വീതി നീളം പറയുകയാണെങ്കിൽ ഇപ്പൊ ഹൈറ്റ് മാക്സിമം 10 അടി വരെ. 10 അടി ഹൈറ്റ് വെക്കാം. വീതി നിങ്ങൾക്ക് ഇപ്പോ 20 അടി വരെ. പക്ഷെ അത് സിംഗിൾ ഡോർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഡബിൾ ഡോർ ആയിട്ട് അത് അതിന്റെ സാമ്പിൾ ഉണ്ട്. അപ്പൊ നമുക്കൊരു 10-20 മാക്സിമം വലിയ ബാൽക്കണി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 20 അടി വരെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ആക്കിയാണ്. അതെ. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കൊതു എന്തായാലും കയറില്ല. അത്രയും ചെറിയ പാറ്റായ ശല്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ബാറ്റ് വേണമെങ്കിൽ ബാറ്റിന് നമുക്ക് അടിക്കാൻ രാത്രി ഇരുന്ന് അടിക്കണം, ഉറങ്ങാൻ പറ്റില്ല. അഥവാ ബാറ്റ് അടിച്ച് ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ 2 പ്രാവശ്യം നമ്മൾ അതല്ല ഞാൻ പറഞ്ഞതല്ല, മറ്റേ കൊതുക് ബാറ്റിന്റെ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാതെ നമുക്ക് അടിച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ഉറങ്ങാനില്ല.
ഇത് കൊതുകും പാറ്റി അതിന്റെ ഉള്ളിലേക്ക് വരില്ല വരില്ല. അല്ലെ? നമ്മള് അത് 100% 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും വരില്ല. എത്ര ചെറിയ ഓട്ടാക്കാൻ എന്തെങ്കിലും ഇതുണ്ടോ? ഓട്ട നമ്മൾ വലിച്ചു കഴിഞ്ഞാലൊന്നും അത് കീറൂല. അല്ല, കൊതുകിന് ഓട്ടാൻ കഴിയില്ലല്ലോ. നമ്മളിത് മത്സര ബുദ്ധിയാല് അത് അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. അപ്പൊ ഏകദേശം കേരളത്തിൽ മൊട്ടക്ക് നമുക്ക് കൊടുക്കാം. എല്ലാ സ്ഥലത്തും കുഴപ്പമില്ല. കൊറിയർ വഴി നമുക്ക് അയച്ചു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പോ നമ്മൾ അളവ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? ഇങ്ങനെയാണ് സാധനം കിട്ടുക. ഇത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യാന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നോക്കാം. നമ്മൾ അളവ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ പീസ് കിട്ടും അല്ലെ? ഇതിപ്പോ ഡോറിന് വരുന്ന അല്ലെ? ഡോറിന് വരുന്ന സാധനം. ഇത് മുകളിലുള്ളത്, ഇത് താഴ്ഭാഗത്ത്, ഇത് മുകളിലുള്ള ഭാഗത്തുള്ളത്. ഓക്കെ, അത് രണ്ട് സൈഡിലും വരുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കല്ലേ? അപ്പൊ നമുക്ക് 4 പീസായിട്ടാണ് വരിക അല്ലെ? 4 പീസായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഈ 4 പീസായിട്ട് കിട്ടുമ്പോൾ നമ്മളിത് കറക്റ്റ് ആയിട്ട് എല്ലാ ഫിറ്റിംഗ്സും അതിലുണ്ടാവും അല്ലെ? എല്ലാ ഫിറ്റിംഗ്സും അതിലുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്താൽ മതി. അത് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം നമുക്ക് അല്ലെ? റെഡി അല്ലേ? റെഡി? സോറി. പ്രസ് ചെയ്താൽ മതി. റെസ്റ്റ് ഒന്നും വേണ്ട അല്ലേ? അടിയത്തെ പീസ്. അപ്പൊ നമ്മൾ പ്രസ് ചെയ്തിട്ടുള്ള നേരെ നമ്മൾ കട്ടിലിന്റെ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല പരിപാടി. ഇനി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറഞ്ഞു കൊടുക്കി. പൊളിച്ച് ഇതുപോലെയാണ് നമ്മൾ ഡോറിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കും അല്ലെ? ഡോറിന്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇത്. നല്ല നെറ്റാണ്, ഒന്നും പറയാനില്ല. അത്യാവശ്യം ഡോർ ബാക്കിൽ ഉണ്ടാവുമ്പോ ഇത് കർട്ടന്റെ ആവശ്യമില്ല അല്ലെ? ഏകദേശം ഒരു ജനൽ വെക്കുമ്പോ കർട്ടന്റെ ആവശ്യമില്ല. എന്ത് ചെയ്താലും ഒന്നും ആവില്ല അതല്ലേ? ഓക്കെ, ഞാൻ ചെയ്തോട്ടെ. റെഡി അല്ലേ? നമുക്ക് എന്തും ചെയ്യാം. ഏത് രൂപത്തിലും എങ്ങനെ എന്ത് സംഭവിച്ചാലും ഇതുപോലെ നമുക്ക് 2 മടക്കൽ 2 നിർത്തൽ. അടിപൊളി. ഇങ്ങനെയാണ് നമ്മൾ വീട്ടില് ഫിറ്റ് ചെയ്യുക അല്ലെ? ഇത് ഡോറിന് വരുന്ന സാധനമാണ്. നമ്മൾ ജനലിന് വരുന്നുണ്ട്. വേറെ ഏതൊക്കെ രൂപത്തിൽ വരുന്നുണ്ട്? ഇതൊക്കെ ജനലിന് വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ അത് ഫുള്ള് വർക്ക് കഴിഞ്ഞ സാധനമാണ് അല്ലെ? അത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കി നോക്കട്ടെ. അടിപൊളി. ഇത് ജനലിന്റെ മുകളിൽ വരുന്ന സംഭവം. അപ്പോ ഇദ്ദേഹമാണ് ഇതിന്റെ മെയിൻ വർക്കർ അല്ലെ? നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? മിർസാൻ എന്നാണ് പേര്. അപ്പൊ ഏതൊക്കെ കളറുകൾ ഉണ്ട് ഈ ഐറ്റംസിൽ? നമുക്ക് മലബാർ വുഡ് അതെ, ഈ ഐറ്റംസ്. പിന്നെ ചോക്കോ ബ്രൗൺ. ഓക്കെ. ഗോൾഡൻ ബ്രൗൺ ഈ കളറ്. പിന്നെ വൈറ്റ്. തേക്കൂട്ട്. അപ്പൊ ഈ ഐറ്റംസിലേക്ക് 5 ഐറ്റംസിൽ ഇപ്പോ അവൈലബിൾ ആണ്. ചിലപ്പോ ഇനി കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ? വേറെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇതുവരെ കടന്നു ചെല്ലാത്ത ഒരു മേഖലയാണ്. ഈ മേഖല വളരെ കുറവാണ്. ഇപ്പോ കേരളത്തിൽ തന്നെ ചിലപ്പോ 1-2 ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും എന്നല്ലാതെ ഈ രീതിയിൽ വളരെ ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം വരെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഇനിയും കുറെ ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. നല്ലൊരു ആഗ്രഹമാണ്, ആരും എത്തിപ്പെടാത്തൊരു ആഗ്രഹം. അപ്പൊ സുധേട്ടാ, നമുക്ക് ഇവരാണ് നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളുകൾ അല്ലെ? ചങ്കായി നിൽക്കുന്ന ആളുകൾ, സ്ഥാപനത്തിന്റെ വിജയം അല്ലെ? അപ്പൊ ആരൊക്കെയെന്ന് പരിചയപ്പെട്ടാണ് ജസ്റ്റ് ഒന്ന്. നിങ്ങളെ പേരെന്താ പറയും? രാകേഷ്. ഏട്ടന്റെ അനിയനാണ്. ഇതിന് കൂടെ ഉണ്ട് എല്ലാം ഫുൾ ടൈം. നിങ്ങളെ പേര് പറയും? 10-25 വർഷമായിട്ട് കൂടിയില്ല. അടിപൊളി. 10-25 വർഷമായിട്ട് കൂടുതൽ ആളാട്ടോ. അതങ്ങനെയല്ല, അനിയനാവുമ്പോ കട്ടക്ക് കൂടെ വേണം. പിന്നെ സുധീഷ് കളിക്കൂട്ടുകാരൻ, ബന്ധുവാണ്. അല്ല, നിങ്ങളെ പേര് പറയും? സഹദേവൻ. അപ്പൊ ഏട്ടനുണ്ട് കേട്ടോ. അതെന്താ പറഞ്ഞത്? നമ്മള് മുമ്പ് പറഞ്ഞല്ലോ, എന്താ നമ്മുടെ
പിതാമഹനോ എന്തോ എന്തായാലും നമ്മളെ കാരണവല്ലാണ് കൂടുള്ള ആളാണ്. പിന്നെ ഞങ്ങൾ വരും ബൈ ചാന്ദ് ബാബു. അപ്പോ നമ്മുടെ ആളുകളുണ്ട്. പിന്നെ അപ്പുറം ചേച്ചി പറയും. നിജ 5 വർഷമായി കൂടുതലുള്ള ആളാണ്. ചേച്ചി സ്മിത. ഇവിടെ എത്ര വർഷമായി? 1 വർഷമായി. പിന്നെ ഞങ്ങൾ പേര് പറയും. മിർസ. നമ്മളെ നാട്ടിൽ പരിചയപ്പെടുത്തോ? നമ്മളെ കൂടിയ ആളാണ്. അപ്പൊ ബൈ മുകേഷ്. അവരൊക്കെ കൂടെ നിൽക്കുന്ന ആളുകളാണ്, കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതിന് വേറൊരു കാര്യം കൂടെ നിങ്ങൾ പറയാൻ പറഞ്ഞു. ഏതെങ്കിലും അതായത് മലബാർ ഏരിയ, അതായത് പാലക്കാട്, മലപ്പുറം, വയനാടില്ലേ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇങ്ങോട്ട് മലബാർ, കാസർഗോഡ് വരെ ആർക്കെങ്കിലും ഇതിന്റെ ഡീലർഷിപ്പ് ഇത് ഇവരെ അയച്ചു തരും. അത് നിങ്ങൾ ജസ്റ്റ് ഓർഡർ എടുത്തിട്ട് അസംബ്ലി ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. നല്ലൊരു വരുമാന മാർഗ്ഗം, നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഓഫീസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എക്സിക്യൂട്ടീവ് ആയിട്ടിരിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും വേണ്ടുന്ന ഒരു സംഭവം കൂടിയാണ്. അതെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയല്ലോ, കൊതുകിന്റെ വലിയൊരു ശല്യമാണ്. ചില്ലറ ശല്യം എന്നല്ല കൊതുകായിട്ട്. മറ്റേ ബാറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നേരം കൊടുക്കോളം അടിച്ചിരിക്കണം, ഉറങ്ങാൻ കഴിയില്ല. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് അതൊന്നുമില്ല. സുഖസുന്ദരമായിട്ട് ഒരു പാറ്റയെ കൊതുകോ വീടിന്റെ ഉള്ളിൽ കയറില്ല. റൂമല്ലല്ലോ, വീടിന്റെ ഉള്ളിലേക്ക് അടക്കം നമുക്ക് പാറ്റയും കാര്യങ്ങൾ കയറില്ല. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പൊ എന്തായാലും പിന്നെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ട് എത്ര വലുതും ചെയ്യാം, ചെറുതിനും ചെയ്യാം. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഡീലർഷിപ്പിന് ആവശ്യമുള്ള ആളുകൾക്കും അതേപോലെ തന്നെ ഇത് ചെയ്യണം എന്ന് ആവശ്യമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഓഫീസുകളായാലും വീടുകളായാലും എന്ത് ചെറുതോ വലുതോ ആവട്ടെ, ഏത് സംഭവത്തിനും അളവ് ജസ്റ്റ് ഒന്ന് എടുക്കുക. ആ അളവ് ഇവർക്ക് അയച്ചു തന്നാൽ ഇവർ കൊറിയർ ആയിട്ട് നാട്ടിൽ എത്തിക്കും അല്ലെ. ജസ്റ്റ് അവിടെ ഒരു ഫാബ്രിക്കേഷനെ കൊണ്ടോ നമുക്ക് തന്നെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാവുന്ന സംഭവങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ അവിടെ അവസാനിക്കാണ്. ഞാൻ അവരുടെ നമ്പർ താഴെ കൊടുക്കാം. അപ്പൊ എന്ത് ചെയ്യുക, അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.